ദുബായ് എയർ ഷോയിനിടെ നമ്മുടെ തേജസ് അപകടത്തിൽപ്പെട്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പ്രത്യേക സാഹചര്യത്താൽ രൂപപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നാണ് HAL ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. മറ്റ് പല രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴെ തന്നെ നമ്മളൊരു മുൻവിധിയുമായിട്ട് ഈ വിഷയത്തെ സമീപിക്കരുത്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത്? അട്ടിമറി തന്നെയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗൗതം, ഈ അന്വേഷണ സംഘം ഇപ്പോ ദുബായിൽ എത്തിയിട്ടുണ്ട്. അവിടെ UAE-യുടെ ഈ ഏവിയേഷൻ മന്ത്രാലയം അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് അടക്കമുള്ള പ്രാദേശിക സംവിധാനങ്ങളുടെ സഹകരണത്തോടെ ആയിരിക്കും അന്വേഷണം നടക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ ഏവിയേഷൻ വിദഗ്ധരും അടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അവരവിടെ നിന്ന് തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് ഇക്കാര്യം പറഞ്ഞേക്കുന്നത്. ഒരു മുൻവിധിയോടെ അല്ല ഈ അന്വേഷണം വരുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിക്കും. അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി ഈ അപകടം സംഭവിച്ച ഈ വിമാനത്തിന്റെ അവശേഷിക്കുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ പരമാവധി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതിനുശേഷമേ അതിന്റെ കൃത്യമായ ഫോറൻസിക് പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ പറ്റും. അത് ഈ UAE-യിലുള്ള സംവിധാനത്തെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. ഒരു ഇന്ത്യൻ സൈനിക വിമാനത്തിനുണ്ടായ അപകടം, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് അടക്കം മടക്കിക്കൊണ്ടുവന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തൂ. ഇക്കാര്യത്തിൽ ഒരു മുൻവിധി വേണ്ട. ഇപ്പൊ ഇങ്ങനെ അവർ പറയാൻ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപക ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. ഈ തേജസ് എന്ന് പറയുന്ന ആ വിമാനത്തിന്റെ അപര്യാപ്തതകളാണ് ഈ അപകടത്തിന് കാരണം എന്ന തരത്തിലാണ് ആ പ്രചാരണത്തിന്റെ ഏറെയും. പിന്നെ കൂടാതെ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ഈ തേജസ് വിമാനങ്ങൾക്ക് ഓയിൽ ലീക്ക് ഉണ്ട് എന്ന തരത്തിൽ. അതിനെ പിന്നീട് ഈ ഫാക്ട് ചെക്ക് നടത്തി നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആ വാർത്ത നിരാകരിച്ചെങ്കിലും ഇപ്പോഴും ഈ അപകടം അതിന്റെ പശ്ചാത്തലത്തിൽ ആ വാദം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു സാങ്കേതിക തകരാറാണോ ഈ വിമാനത്തിന്റെ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ അത്തരം ഓൺലൈൻ ചർച്ചകൾ, അതായത് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുൻപേ പലരും പ്രചരിപ്പിക്കുന്നത് ഒരു പരിധിവരെ അന്വേഷണത്തെ പോലും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻവിധിയോടെ ആരും ഇക്കാര്യത്തെ സമീപിക്കേണ്ടതില്ല. പക്ഷേ പ്രാഥമികമായിട്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരിക്കുന്നു ഇത് ഏറെക്കുറെ പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവാണ് എന്ന തരത്തിലാണ് നിഗമനങ്ങൾ വരുന്നത്. കാരണം അവസാന നിമിഷം പൈലറ്റ് ആ വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിദഗ്ധർ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അപ്പോ ഈ പൈലറ്റിന് മതിയായ സമയവും ആ വിമാനത്തിന്റെ ഉയരവും, അതായത് തറനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ വിമാനം ഉണ്ടായിരുന്നത്. ഇത് രണ്ടുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതായത് ഈ വിമാനം അപകടം വരുന്നതിന് തൊട്ടു മുമ്പ് ബാരൽ റോൾ എന്ന് പറയുന്ന ഒരു അഭ്യാസ പ്രകടനം നടത്തി. അതിനുശേഷം -G, അതായത് ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായി ഈ വിമാനം തലകീഴായി യാത്ര ചെയ്യുന്നതിന് അവസ്ഥയാണ് -G എന്ന് പറയുക. അപ്പൊ തുടർച്ചയായി കറങ്ങി തിരിയുമ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട്, ഇത് മനുഷ്യനാണ് ആ വിമാനം ഓടിക്കുന്നത്. അങ്ങനെ ഒരു അന്ധകാരം കണ്ണിൽ ഒരു സെക്കൻഡിൽ ഒരു അംശത്തേക്കെങ്കിലും വന്നുപോയാൽ തന്നെയും നിർണായകമായ 1-2 നിമിഷം ഈ പൈലറ്റിന് നഷ്ടമായിട്ടുണ്ട്. ആ സമയത്താണ് ഈ വിമാനം വീണ്ടെടുക്കാനാകാത്ത വിധം ഇത് താഴേക്ക് പതിച്ചത്. ആ സമയം വരെ പൈലറ്റ് ഈ വിമാനം അത് റിക്കവർ ചെയ്യാൻ വേണ്ടി അതിന്റെ സന്തുലനാവസ്ഥ വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴാണ് ബോധ്യമായത് ഇത് കൈവിട്ടുപോയി. പക്ഷെ ആ നിമിഷം അദ്ദേഹത്തിന് സ്വയം എജക്ട് ചെയ്യാനുള്ള സമയം അവശേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ വിമാന അപകടത്തിൽ നിന്ന്, ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ വൈസ് മാർഷൽ ഡയറക്ടർ ജനറൽ ഓഫ് സെന്റർ ഫോർ എയർ പവർ സ്റ്റഡീസ്, അതായത് അദ്ദേഹം ഒരു മുൻ വൈസ് മാർഷൽ ആണ്, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ ചുമതല വഹിക്കുന്നതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ വലിയൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തേജസ് യുദ്ധവിമാനത്തിന്റെ വിശ്വാസ്യതയെ ആരും സംശയിക്കേണ്ട കാര്യമില്ല. ആ വിമാനം വിശ്വാസയോഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വ്യോമസേന ഇപ്പോഴും ആ വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിമാനം അതിനെ ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ തേജസ് വിമാനം 2001-ലാണ്
ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയതെങ്കിലും 2016 അത് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അപ്പോ ഈ ബാലാരിഷ്ടതകൾ എന്ന് പറയുന്ന സംഗതി വിമാനങ്ങൾക്കും ബാധകമാണ്. 2016 മുതൽ 2023 വരെ അല്ലെങ്കിൽ 24 വരെ യാതൊരു അപകടവും ഉണ്ടാക്കാത്ത ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സുരക്ഷ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്ത്യൻ എയർഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ്. ഏക പരാതി ഇതിന്റെ നിർമ്മാണം വൈകുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് ഒരു മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനും നിലവിൽ ഡയറക്ടർ ജനറൽ ഓഫ് ദ സെന്റർ ഫോർ എയർ പവർ സ്റ്റഡീസിന്റെ ചുമതല വഹിക്കുന്ന അനിൽ ഗോലാനി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ വ്യോമസേന മേധാവി AP സിംഗ് പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് 11 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കുറവുണ്ട്. നിലവിൽ 29 സ്ക്വാഡ്രൺ വിമാനങ്ങൾ മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. അപ്പൊ അതിലേക്ക് വരാൻ കാരണം നമ്മുടെ മിഗ് വിമാനങ്ങൾ റിട്ടയർ ചെയ്തു. താമസിയാതെ മിറാഷ് വിമാനങ്ങൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതിന് ബദലായിട്ട് തേജസ് MK1 തേജസ് MK2 നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഡെലിവറി വൈകുന്നതാണ് വ്യോമസേനയ്ക്കുള്ള ഏറ്റവും വലിയ പരാതി. വ്യോമസേന മേധാവി എയർ മാർഷൽ AP സിംഗ് പറഞ്ഞത് മിനിമം 30 മുതൽ 40 വിമാനമെങ്കിലും ഒരു വർഷം പുതിയതായിട്ട് വ്യോമസേനയ്ക്ക് കിട്ടേണ്ടതുണ്ട്. എങ്കിലേ നമ്മളുടെ ഈ വ്യോമസേനയുടെ ശക്തി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അതേ സമയത്ത് തന്നെ ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ തേജസ് വിമാനങ്ങളുടെ വിശ്വാസ്യതയിലാണ് എല്ലാവർക്കും വലിയ ആക്ഷേപമുള്ളത് അല്ലെങ്കിൽ ആശങ്കയുള്ളത്. ഇപ്പൊ ഒരു കണക്ക് വന്നേക്കുന്നത് 1993 മുതൽ 2013 വരെ അമേരിക്കയിലെ 174 എയർ ക്രാഷുകൾ നടന്നിട്ടുണ്ട്. അതായത് എയർ ഷോകളിൽ 174 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 91 പൈലറ്റുമാരുടെ ജീവനാണ് അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയുടെ തന്നെ ഏറ്റവും വിശ്വസ്തമായ P-51 മുസ്താങ്ങും F-16 അടക്കമുള്ള വിമാനങ്ങൾ ഈ എയർ ഷോയിൽ തകർന്നു വീണിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിന് 12 പൈലറ്റുമാരെയാണ് 21 അപകടങ്ങളിലായിട്ട് 2018 മാത്രം നഷ്ടമായത്. 2002 ഉക്രൈനിൽ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്നതിനിടയിൽ ഒരു സുഖോയ് 27 വിമാനം കാണികൾക്കിടയിലേക്ക് തകർന്നു വീണ് 77 പേരാണ് മരിച്ചത്. അപ്പൊ ഇതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ തേജസ്സിനുണ്ടായ നഷ്ടം അത് തുച്ഛമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഏറ്റവും സുപ്രധാന വിമാനമായ F-35 അത് ഏതാണ്ട് 12 അപകടങ്ങൾ ഇതിനോടകം തന്നെ വരുത്തി വെച്ചിട്ടുണ്ട്. 2016 അത് അമേരിക്കൻ സേനയുടെ ഭാഗമായത്. അതിനുള്ളിൽ തന്നെ 12 അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ തേജസിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഒരു അപകടം മാത്രമാണ് കണക്കിൽപ്പെടുത്താവുന്നത്. ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം ഒരു പക്ഷേ അത് ആ വിമാനത്തിന്റെ തകരാറ് മൂലമായിരിക്കില്ല, പൈലറ്റിനുണ്ടായ ഒരു പിഴവ്. കാരണം ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്ന സമയത്ത് പൈലറ്റ് അമിതമായി അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് വ്യഗ്രത കാട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ ജീവൻ പണയം വെച്ച്, അതായത് കാണികളെ ഇംപ്രസ് ചെയ്യിക്കുക, തന്നെ നിരീക്ഷിക്കുന്ന ഈ വിമാനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെട്ടു വന്നിരിക്കുന്ന വിദേശ പ്രതിനിധികളെ അവരുടെ മതിപ്പ് നേടിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് ആ വിമാനത്തിന്റെ പരമാവധി ശേഷി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പൈലറ്റും ഇത്തരത്തിലുള്ള അതിസാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതില് ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ സാധ്യതയും വളരെ ഏറെയാണ്. അപ്പൊ അത്തരത്തിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു അപകടം മാത്രമാണ് ദുബായിൽ ഉണ്ടായത്. അതല്ലാതെ അത് തേജസിന്റെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ആശങ്ക ഉന്നയിക്കുന്ന തരത്തിൽ യാതൊരു പ്രശ്നവും അതില്ല. പക്ഷേ സമീപകാല ചില സംഭവങ്ങൾ, ഇന്ത്യ ഇപ്പോൾ ഒരു യുദ്ധം വന്നിട്ടേ ഉള്ളൂ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ത്യക്ക് ശത്രു രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു. പാകിസ്ഥാൻ, ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശത്രുതാ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വേദിയിൽ പ്രത്യേകിച്ചും ഇന്ത്യ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ, ആ ഒരു സാധ്യതയും അവഗണിക്കുന്നില്ല അന്വേഷണ സംഘം. അക്കാര്യത്തിലും കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കുക തന്നെ ചെയ്യും.